തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്ന് റീമേക്ക് അടിച്ചടിച്ചെടുത്ത റീമേക്ക് വുഡ് ഒരു ചേഞ്ചിന് വേണ്ടി അങ്ങ് കൊറിയന്ന് റീമേക്ക് അടിച്ച ഒരു പടം രാധ, സ്റ്റാറിംഗ് ദി ബൈജാൻ ആൻഡ് ഡയറക്ടഡ് ബൈ പ്രഭുദേവ. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ബോംബെ നഗരത്തിലെ യുവാക്കളെല്ലാം മയക്കുമരുന്നിന് അടിമപ്പെട്ട് തട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം ഈ രൺദീപ് ഹൂഡയാണ്, ദി ബിഗ്ഗസ്റ്റ് ഡ്രഗ് ഡീലർ. സോ നാട്ടിലെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി പോലീസ് ഫോഴ്സ് ഒരു അതിശക്തനായ പോലീസ് ഓഫീസറെ ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. യെസ് ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ ദി സല്ലു ബൈ ഇൻട്രോ. സോ അതിനുവേണ്ടി ഒരു വലിയ അധോലോക നായകൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊല്ലുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ ആ അധോലോക നായകന്റെ മാനേജർ ഫ്ലാറ്റിൽ നിന്ന് ഫോണിൽ നോക്കുമ്പോൾ പെട്ടെന്നൊരു കാറ്റാണ്. അയാളുടെ കവിളിൽ ഒരു മുറിയും ഒരു പടക്കം പൊട്ടിയ പോലെ ഒരു ശബ്ദവും. സോ എന്തപ്പോ ഇവിടെ ഉണ്ടായി, ആരെ പടക്കം പൊട്ടിച്ചെന്നൊക്കെ അറിയാൻ വേണ്ടി അയാൾ ആ റൂമിന്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ കുറെ ഗുണ്ടകൾ മരിച്ചു വീണ് കിടക്കുന്നു. എന്നിട്ട് സൈഡിൽ നോക്കിയപ്പോഴതാ അവിടെ നമ്മുടെ സൽമാൻ ഭായ് നിൽക്കുന്നു. Bro, what are you talking about, man? ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ലോ മോഷനിൽ ചിന്തിക്കണം. സ്ലോ മോഷനിൽ ആലോചിച്ചു നോക്കും. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ സൽമാൻ ഭായ് ഫ്ലാഷിന്റെ സ്പീഡിൽ ആ മാനേജർ നിന്ന സൈഡിലെ ജനൽ പൊട്ടിച്ച് ഉള്ളിൽ കയറി ആ പൊട്ടിയ ജനലിൽ നിന്ന് തെറിച്ച ഒരു ചില്ല് കഷ്ണം എടുത്ത് കടിച്ച ആ മാനേജറിന്റെ മുഖത്ത് തുപ്പി മുറിയാക്കി അവിടുന്ന് ആ റൂമിൽ കയറി അവിടെയുള്ള എല്ലാ ഗുണ്ടകളെയും വെട്ടി കൊന്നുവന്ന് ആ അധോലോക നായകനെ കൊല്ലാൻ വേണ്ടി അയാളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ കഥ കേട്ടതും ആ മുഖത്ത് മുറിയായ മാനേജർ ഓൺ ദ സ്പോട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് പടമാവുകയാണ്. അങ്ങനെ അവസാന സല്ലുബായി ആ അധോലോക നായകനെ കടത്തി വൺ ഡയലോഗ് അടിക്കുന്ന സമയത്ത് അങ്ങേര് ലോജിക്കലായ ഒരു ചോദ്യം ചോദിക്കും. ഒരു പെൺകുട്ടിയെ ഞാൻ കൊന്നതിന് നീ എന്തിനാടാ ഈ നാട്ടുകാരെ മൊത്തം വെട്ടിക്കൊന്നേന്ന്? അത് കേട്ടതും എന്റെ പടത്തിൽ ലോജിക്ക് ചോദിക്കുന്നോടെ മൊയന്ത എന്നും പറഞ്ഞ് അങ്ങേരെ ബൈ വെടിവെച്ച് കൊല്ലും. സോ ഗൈസ്, അങ്ങനെ മുംബൈ പോലീസ് ഫോഴ്സ് അതിഭീകരനായ നമ്മുടെ രാധയെ ബോംബെ നഗരം ലഹരിമുക്തമാക്കാനുള്ള മിഷൻ കൈമാറുകയാണ്. അങ്ങനെ ചാർജ് എടുത്തതും രാധ ബോംബെ നഗരം വൃത്തിയാക്കാൻ തുടങ്ങുകയാണ്. വില്ലന്മാരെയൊക്കെ സൈക്കിളിൽ പോയി പിടിച്ചും ഡ്രമ്മിൽ മുക്കി ഭയപ്പെടുത്തിയും ബെൽറ്റ് ഊരി കൂട്ടിക്കെട്ടി തലപതി വിജയൻ ഷൈൻ ടോമിനെ തൂക്കിയ പോലെ തൂക്കിയും ബോംബെ നഗരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാധ ദിശ പട്ടാണിയെ കാണുന്നത്. ആളൊരു മോഡലാണ്, പക്ഷേ അവൾക്കൊരു പ്രശ്നമുണ്ട്. അവൾക്ക് പോലീസുകാരെ തീരെ ഇഷ്ടമല്ല. അപ്പൊ രാധ അവളെ സെറ്റാക്കാൻ വേണ്ടി പറയും, ഏയ് ഞാനൊരു പോലീസ് ഒന്നുമല്ല, ഒരു ആസ്പയറിംഗ് മോഡലാണെന്ന്. അപ്പൊ അവള് പറയും, ഓ മൈ ഗോഡ്, എന്നാൽ നീ കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടേക്കുന്നേ. ഞാനൊരു മോഡലാണ്, നിന്നൊരു മോഡലാക്കാൻ ഞാൻ സഹായിക്കാം. നിന്റെ മുഖമൊന്നും കുഴപ്പമില്ല, പക്ഷെ നീ നിന്റെ ബോഡി ഒന്ന് സെറ്റ് ആക്കണമെന്ന്. അപ്പൊ രാധ പറയും, ഈ ബോഡിയുടെ കാര്യം ആലോചിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അതൊക്കെ CGI ടീം നോക്കിക്കോളും എന്ന് പറഞ്ഞ് നേരെ ഒരു CGI ബോഡി ഷോ സീനാണ്. അങ്ങനെ രാധയുടെ ഈ ബോഡി കണ്ട് ദിശ പട്ടാണി അതിൽ ഫ്ലാറ്റ് ആവുകയാണ്. പിന്നെ പാട്ടായി, ഡാൻസ് ആയി. അതെ ഗൈസ്, അതന്നെ നമ്മുടെ അല്ലു അർജുൻ കളിച്ച അതേ ഡാൻസ്. പക്ഷെ സല്ലു കളിച്ചപ്പോൾ ഇങ്ങനെ ആയെന്ന് മാത്രം. ഇതെന്താടാ മൂക്കിനടുത്ത് വായിക്കിടുന്ന? സോ ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രാധയ്ക്ക് ഒരു ചെറുക്കം വന്നൊരു കത്ത് കൊടുക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എടാ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ ഡ്രഗ് അടിച്ച് മരിച്ചോണ്ടിരിക്കുകയാണ്, നീ ഇവിടെ മോഡലിംഗ് കളിച്ച് നടക്കാണ്ട് പോയി അവന്മാരെ പിടിക്കാൻ നോക്കടാ എന്ന്. അത് വായിച്ചതും രാധ ആ ചെറുക്കന് ഒരു വാക്ക് കൊടുക്കുകയാണ്, ഡാ മോനെ, നിന്റെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ആ ഡ്രഗ് മാഫിയനെ പിടിച്ച് ഈ നാട് ഞാൻ ക്ലീൻ ആക്കുമെന്ന്. തൊട്ടടുത്ത ദിവസം തന്നെ രാധ രൺദീപ് ഹൂഡെ അന്വേഷിച്ച് ഹൂഡ മൂത്രയ്ക്കാൻ പോയ സ്ഥലത്തെത്തുകയാണ്. പിന്നീട് അവിടെ ഹൂഡയെ പിടിക്കാൻ വേണ്ടി രാധയുടെ ഒരു വമ്പൻ ഫൈറ്റ് ആണ്. ബട്ട് ഗൈസ്, ആ ഹൂഡ നമ്മുടെ രാധയുടെ പുറത്തിട്ടൊരു കുത്തിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ കുത്തിക്കൊണ്ട് വിഷമിച്ചിരിക്കുന്ന രാധ മുംബൈ നഗരത്തിലെ പിള്ളേർക്കിടയിലെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഒരു ഐഡിയ ഇറക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ, രാധ നേരെ മുംബൈ നഗരത്തിലെ സ്കൂളിലൊക്കെ പോയി അവിടുത്തെ പിള്ളേരോടൊക്കെ പറയും, നിങ്ങൾ വല്ല ഡ്രഗ് ഡീലിംഗ്സും കണ്ടാൽ അപ്പോ അതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് എനിക്ക് അയച്ചു തരണമെന്ന്. അത് കേട്ടതും പിള്ളേരൊക്കെ ഓക്കെ സല്ലുബായ് എന്ന്. സത്യം പറഞ്ഞാൽ പിള്ളേർക്കിടയിലെ ലഹരി ഉപയോഗം കുറക്കാൻ വേണ്ടി ഇത് നല്ലൊരു മാർഗമാണ്. കാരണം ഈ പിള്ളേര് ആ അതിക്രൂരന്മാരായ ഡ്രഗ് ഡീലേഴ്സിന്റെ ഒക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുമ്പോൾ ആ ഡ്രഗ് ഡീലേഴ്സ് വന്ന് ഇവരൊക്കെ കൊന്നു കളയുമല്ലോ. അങ്ങനെ കൊന്നു ഈ പിള്ളേരൊക്കെ തട്ടിപ്പോയാൽ പിന്നെ ഈ പിള്ളേരൊക്കെ എങ്ങനെ ലഹരി ഉപയോഗിക്കാനാ? സോ ഗൈസ്, അങ്ങനെ ഈ പിള്ളേർക്ക് കുറെ ഡ്രഗ് ഡീലിംഗ്സിന്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുത്ത് രാധ ഹൂഡയുടെ വലങ്കൈനെയും ബാക്കി ഗാങ് മെമ്പേഴ്സിനെ ഒക്കെ പിടിച്ച് അകത്താക്കുകയാണ്. പിന്നീട് ഒരു ദിവസം ഏതോ ഒരു കൊച്ചു കഴിവര് കൊടുത്ത ഇൻഫർമേഷൻ വെച്ച് രാധ ഹൂഡയെ ഒരു ഡ്രഗ് ഡീലിംഗിന്റെ ഇടയിൽ നിന്നും പിടിക്കാൻ നോക്കും. ബട്ട് ഗൈസ്, ഹൂഡ അവിടുന്ന് ഇങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെടും. അങ്ങനെ എവിടെ പോയാലും ഈ പിള്ളേരുടെ ഫോട്ടോ എടുപ്പും രാധയുടെ ശല്യം സഹിക്കാൻ വേണ്ടേ ഹൂഡ ആകെ വിഷമിച്ച് തന്റെ ഡ്രഗ് ബാഗും കൊണ്ട് ഒന്ന് വിശ്രമിക്കാൻ ഒരു കഫയിൽ കയറും. അപ്പൊ അത് അവിടെ മറ്റൊരു കൊച്ചു കഴിവേറി. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ, ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണ്. അവനും അവന്റെ
അപ്പൂപ്പനും കൂടി ആ ഹൂഡയൊന്ന് അവിടുന്ന് മാറിയതും ഹൂഡയുടെ ബാഗും എടുത്തോണ്ട് ടെറസിന്റെ മേലെ പോകും. എന്നിട്ട് അവിടുന്ന് സല്ലുബായി വിളിക്കും. ബട്ട് ഗൈസ് അപ്പോഴേക്കും അത് മനസ്സിലാക്കിയ ഹൂഡ ടെറസിന്റെ മേലെ വന്ന് ആ കൊച്ചെറുക്കനെ തൂക്കിയെടുത്ത് നിലത്തെറിയും. പക്ഷെ അവൻ ചാവില്ല. ആ ചെറുക്കനെ ടെറസിന്റെ മേലെന്ന് താഴെ എറിഞ്ഞതും നമ്മുടെ രാധ അവിടേക്ക് പിന്നെ ഫ്ലാഷ് മാറി ഓടി വന്ന് ആ ചെറുക്കനെ പിടിച്ച് രക്ഷിക്കുകയാണ്. സോ ഹൂഡ തന്റെ പിള്ളേരെ തൊട്ടതിൽ ദേഷ്യം വന്ന സല്ലുബായി ഹൂഡയെ പിടിക്കാൻ വേണ്ടി അവസാന അടവെടുക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ രാധ മുന്നേ പിടിച്ച ഹൂഡയുടെ വലങ്കൈനെയും ഗാങ് മെമ്പേഴ്സിനെയും രാധ ഒരു ഫേക്ക് ആക്സിഡന്റ് ഉണ്ടാക്കി വെറുതെ വിടും. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ നേരെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമല്ലോ, അതായത് ഹൂഡയുടെ ഒളിത്താവളത്തിലേക്ക്. അവിടെ വെച്ച് നമുക്ക് ഹൂഡയെ പിടിക്കാമല്ലോ. സോ ഗൈസ് അങ്ങനെ പോലീസുകാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ഹൂഡയുടെ ടീംസ് നേരെയോടെ അവിടെ സൈഡിൽ കിടക്കുന്ന കുറെ ബൈക്സ് എടുത്ത് ഹൂഡയുടെ അടുത്തേക്ക് പോവുകയാണ്. തൊട്ടു പിന്നാലെ ജീപ്പും പറപ്പിച്ച് അവന്മാരെ ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി സല്ലുബായും പിന്നെ ആ ജീപ്പും കൊണ്ട് അവന്മാരെയൊക്കെ അവിടെ ഇടിച്ചിടുകയാണ് സല്ലുബായി. ഈ സീനിന്റെ സല്ലുബായി ഡ്യൂപ്പിന് ഉപയോഗിച്ചിട്ടേ ഇല്ല. അവസാനം അതിലൊരുത്തൻ മാത്രം ബൈക്കും കൊണ്ട് ക്ലൈമാക്സ് നടക്കേണ്ട സ്ഥലത്തെത്തുകയാണ്. അതോടെ ഹൂഡയും അവനും കൂടി ഹെലികോപ്റ്റർ എടുത്ത് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാവും. അപ്പോഴത്തെ സല്ലുബായി തന്റെ ജീപ്പിന്റെ ഹനുമാൻ ഗീറിട്ട് പറപ്പിച്ച് ആ ജീപ്പ് ഒന്ന് പുറത്തിറങ്ങി ബോണറ്റിൽ കയറി അവിടുന്ന് നേരെ ആ ഹെലികോപ്റ്ററിലേക്ക് ചാടി അതിന്റെ ഉള്ളിൽ വൻ ഫൈറ്റ് നടത്തി ആ ഹെലികോപ്റ്ററിന്റെ കൺട്രോൾ കളഞ്ഞ് അതൊരു വാട്ടർ അതോറിറ്റിന്റെ ടാങ്കിൽ ഇടിപ്പിച്ച് ക്ലൈമാക്സ് നടക്കേണ്ട സ്ഥലത്തേക്ക് തന്നെ ഇടിച്ചു വീഴ്ത്തും. എന്നിട്ട് അവിടെ കിടന്ന് വമ്പൻ അടിയാണ്. കൂടെ വലിയൊരു കമ്പി എടുത്ത് സല്ലുബായിന്റെ കൈ അടിച്ചു പൊളിക്കാൻ നോക്കും. എന്തിന്റെ കുഞ്ഞാണോ ഇത്? അവസാനം ഇവന്റെ വായിക്കകത്ത് കയറിയിരുന്ന് വെടിവെച്ചാലും ചാവൂലെന്ന് മനസ്സിലാക്കിയ ഹൂഡ എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞു നിൽക്കും. അപ്പത് രാധ ആ ഹൂഡയെ അടിച്ചു കിടത്തും. എന്നിട്ട് ആ ടെറസിന്റെ മുകളിൽ വീണ ആ പയ്യനെ അപ്പൂപ്പനെ വീഡിയോ കോൾ ആക്കി ഫോൺ അവിടെ സെറ്റാക്കി വെച്ച് ഹൂഡയെ എടുത്ത് നടുവടിച്ചു കൊല്ലും സല്ലുബായി. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.